എനിക്കൊന്ന് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്കിതുപോലൊരു അവസ്ഥയിൽ എൻ്റെ വീട് കാണിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരാളല്ല. പിന്നെ ഞാൻ ഇതുപോലൊരു വീഡിയോ എടുക്കാനുള്ള കാരണം, നമ്മൾ പല വീട്ടമ്മമാരും എല്ലായ്പ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, നിനക്ക് എന്താണ് ഈ വീട്ടിൽ പണി എന്നുള്ളത്. ഒരു വീട്ടമ്മയ്ക്ക് ആ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അവൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അടുക്കളയായിരിക്കും. അടുക്കളയുടെ ഒരു അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. നിനക്ക് ഈ വീട്ടിൽ എന്താ പണി, വെറുതെ ഇരിക്കുക, വെറുതെ തിന്നും മുടിച്ചിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ അവർക്കുള്ള ഉത്തരം ഇതാണ്. ഒരു വീട്ടമ്മ പണി ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാത്രി കാലങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. കണ്ടോ, ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണിപ്പോൾ. അർട്ടിക്കേരിയ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി എനിക്ക് ഉറക്കം വരാറില്ല. വൈകുന്നേരമായി തുടങ്ങിയാൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. ചെറുതായിട്ട് ഇങ്ങനെ ശരീരം ചൊറിയാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും. പിന്നെ ഒരു രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ശരീരം നല്ല ചൊറിഞ്ഞ് വീർത്ത് ഇരിക്കുന്നൊരവസ്ഥയാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യും ശരീരം. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അതെങ്ങനെയാണെന്ന്, ഞാൻ പൊതുവേ അങ്ങനെ ആരോടും ദേഷ്യപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് കിടന്നാലും കിടപ്പിരങ്ങ് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കുറച്ച് നേരം കിടക്കും, പിന്നെ ഇരിക്കും. എങ്ങനെയെങ്കിലും നേരം ഒന്ന് വെളുത്ത് കിട്ടണമെന്ന് മാത്രമായിരിക്കും പ്രാർത്ഥന. കാരണം നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ശരീരത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങും. ഈ ചൊറിഞ്ഞ് തടിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോവുള്ളൂ. പക്ഷെ അതിൻ്റെ വേദന ഒരുപാട് സമയം ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി കിച്ചൺ ക്ലീനിങ് ഒന്നും ചെയ്യില്ല. ആ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. കാരണം എനിക്ക് ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ശരീരം മൊത്തം ചൊറിച്ചിലും ചൂടും വേദനയും എല്ലാം ആയിട്ട് എല്ലാം അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് റൂമിലേക്ക് പോവുക ചെയ്യുക. രാവിലെ തന്നെ ക്ലീൻ ചെയ്യാത്ത അടുക്കളയ്ക്ക് കയറി വരുമ്പോൾ തന്നെ മനസ്സ് മടുക്കൽ തുടങ്ങും. പിന്നെ ശരീരത്തിൻ്റെ വേദന വേറെയും. പക്ഷേ എന്തായാലും നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് വയ്യെങ്കിലും നമ്മുടെ വീട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കും. പക്ഷെ നമുക്ക് എന്നത്തെയും പോലെ കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് പതിയെ ചെയ്യാനേ പറ്റുള്ളൂ, അത്രമാത്രം. പക്ഷേ ഈ ഒരു ചോദ്യമാണ് എപ്പോഴും വിഷമിപ്പിക്കുക. അതായത് നിനക്ക് എന്താ ഈ വീട്ടിൽ പണി എന്നുള്ളത്. പണി, നമ്മൾ ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണെന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കില്ല. ഇതിപ്പോൾ എന്താ, 4 പാത്രം കഴുകാനുണ്ട്, ഒരു ചോറും കറിയും വെക്കാനുണ്ട്, ഇത്രയല്ലേ. അവർ എത്ര നിസ്സാരമായിട്ടാണ് അത് പറഞ്ഞു തള്ളുന്നത്. നമ്മൾ പിന്നെ എതിർത്തൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അവരുടെ ചോദ്യം ഇങ്ങനെ കാലാകാലം തുടർന്നുകൊണ്ടേയിരിക്കും. പണ്ട് കത്തുകൾ എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വരിയിലുണ്ടാവും ഒന്നുകിൽ പ്രിയപ്പെട്ട ഇന്ന ആളോട്, അല്ലെങ്കിൽ ഒരു വരി ഉണ്ടായിരിക്കും എങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ എനിക്കറിയില്ല എന്ന്. അത് പറഞ്ഞതുപോലെ ഈ പാത്രം എവിടെ നിന്ന് കഴുകി തുടങ്ങണമെന്നോ എവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നോ എനിക്കറിയണില്ല. കാരണം വൈകുന്നേരം എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരങ്ങളിലെ പാത്രങ്ങളുണ്ട്. കുട്ടി സ്കൂളിട്ട് വന്ന പാത്രങ്ങളുണ്ട്, ഭക്ഷണം കഴിച്ച പാത്രങ്ങളുണ്ട്, രാത്രി കുക്ക് ചെയ്ത പാത്രങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്തെടുത്തതെന്നുള്ളത് എൻ്റെ അവസ്ഥ എനിക്കേ അറിയുള്ളൂ. ഒരു പക്ഷേ ഈ ഒരു അർട്ടിക്കേരിയ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. രാത്രി മുഴുവൻ ശരീരം ചൊറിച്ചിലായിരിക്കും, ചുട്ടുപുകച്ചിലായിരിക്കും. നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന ആയിരിക്കും ശരീരത്തിനുണ്ടായിരിക്കുക. പക്ഷേ ഇതിനേക്കാളൊക്കെ വേദന എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കേണ്ടവർ നമ്മളെ മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അർട്ടിക്കേരിയ എന്നുള്ള ഈ ഒരു രോഗാവസ്ഥ അനുഭവിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. എത്ര വൈകിട്ട് കിടന്നിട്ടുണ്ടെങ്കിലും രാവിലെ ഒരു 6:30 ആകുമ്പോൾ എന്തായാലും എണീക്കും. കാരണം കുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ, സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ. അതുണ്ടാക്കിയിട്ട് അത് തന്നെയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിലേക്ക് കൊടുത്തയക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും കൊടുത്തയക്കും. കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും. കാരണം തലേ ദിവസത്തെ അലർജിയുടെ മരുന്നിൻ്റെ സഡേഷൻ വിട്ടുപോയിട്ടുണ്ടാവില്ല. കണ്ണിങ്ങനെ മയങ്ങി പോകും. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു പണി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കുറ്റപ്പെടുത്തലുകൾ വേറെ എനിക്ക് കേൾക്കേണ്ടി വരും. വീട്ടിലെന്താ പണി എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാനില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തീർത്തിട്ട് എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് കുളിക്കാം, നന്നായിട്ടൊന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉഷാറ് വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കുളി കഴിഞ്ഞിട്ട് ഈ പാത്രം കഴുകി വയ്ക്കുമ്പോൾ അപ്പോഴും ദേഹമൊക്കെ നനയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ആദ്യം അങ്ങോട്ട് ചെയ്ത് തീർക്കാം. അതായത് പാത്രം കഴുകലും മറ്റു അടിച്ചുവാരലും തുടയ്ക്കലും ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് പോയിട്ട് കുളിക്കാം. കുളിക്കൽ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ 2 സമയത്തിനും കൂടിയുള്ള ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമല്ലോ. അങ്ങനെ അതെ, പാത്രം കഴുകലും നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യലും കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പകുതി ആശ്വാസം കേട്ടോ.
കാരണം എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയിലിരിക്കണ കാണുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു സമാധാനം വരും. ഇനി മറ്റുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഞാനൊന്ന് ഉഷാറാവും. എന്നിട്ട് മതി ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. കുളിച്ചൊന്ന് ഫ്രഷായിട്ട് വന്നു. ഇനി ഞാൻ ചോറ് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിക്കും കൂടിയുള്ള ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും കൂടിയിട്ടാകുമ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ തീ പിടിപ്പിച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. കാരണം ഈ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കിടക്കണേ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോഴും മരുന്ന് കഴിച്ചതിൻ്റെ സടേഷൻ വിട്ടിട്ടില്ല. അപ്പോൾ ഒരു പരിപ്പ് കുത്തി കാച്ചിയതെന്നൊക്കെ പറയും ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിനൊപ്പം തന്നെ കമ്പനി ബോർഡ് LGSനുള്ളത് പഠിക്കണം. കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യണം. എല്ലാം കൂടെ ബിസിയാണ് എൻ്റെ ലൈഫ്. കാരണം എനിക്കിഷ്ടമാണ് ലൈഫ് ബിസി ആവുന്നത്. കാരണം ബിസി ആവുമ്പോൾ നമുക്ക് സങ്കടങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടില്ല. ആ ബിസിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോവും. പക്ഷേ ഇന്നത്തെ ദിവസം ഞാനൊന്നും ഇനി ചെയ്യുന്നില്ല. കാരണം പഠിക്കുന്നില്ല, സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കുക്ക് എന്തായാലും ചെയ്തല്ലേ പറ്റൂ. കാരണം ഭക്ഷണം മുഖ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ അത് വേഗം ഉണ്ടാക്കി വെക്കണം. ഇനിയൊരു വൈകുന്നേരം ഒരു 7-7:30 മണിയാവുന്നതോട് കൂടിയിട്ട് എൻ്റെ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ശരീരം മൊത്തം ചൊറിഞ്ഞ് തടിക്കാൻ വേണ്ടി തുടങ്ങും. പണ്ടൊക്കെ ഈ ഞായറാഴ്ച ദിവസം 4 മണിക്ക് ഈ ദൂരദർശനിൽ വല്ല സിനിമ ഉണ്ടായിരിക്കും. അപ്പോൾ സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ TV ഒന്നുമില്ല. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് സിനിമ കാണാം. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും വേഗം പണികളൊക്കെ ഒരുക്കി വയ്ക്കുക. അന്ന് എനിക്ക് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. അമ്മയമ്മമാരൊക്കെ ചെയ്യും. പക്ഷേ എനിക്കുള്ള പണികൾ മുറ്റടിച്ച് വരിക, വിളക്ക് വയ്ക്കുക, വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ചിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ്. അപ്പോൾ 4 മണി ആകുമ്പോഴത്തേക്കും വേഗം മുറ്റടിച്ച് വരലും വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ചൊക്കെയും ഒക്കെ വേഗം ചെയ്ത് തീർക്കും. എന്നിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഓടും. അന്ന് പറഞ്ഞതുപോലെ ആ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കണം. കാരണം 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ചൊറിച്ചിൽ തുടങ്ങേണ്ടതാണല്ലോ. പിന്നെ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പം ഇനി ഏതായാലും രാത്രി ഉറക്കമില്ല, ഇനി രാത്രി ഇരുന്ന് പഠിക്കാമെന്ന്. പക്ഷേ രാത്രി ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കില്ല. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്ത് ഹാളിൽ ഞാൻ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നായ്ക്കളിങ്ങനെ ഓരിയിടുക. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ എന്തായാലും ഹാളിലിരുന്ന് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ടാസ്ക്കാണ്. അപ്പോൾ ഈ രാത്രി എന്തായാലും എനിക്ക് ഉറക്കമുണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ പണികളും കൂടെ കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങാൻ പോകാമെന്ന് പറഞ്ഞല്ലോ. പകൽ കിടന്നുറങ്ങിയാൽ രാത്രി ഉറക്കം കിട്ടുന്ന കാര്യം അതും സംശയമാണ്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കണം കേട്ടോ. അതും കൂടി ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇന്നെങ്കിലും രാത്രി കുഴപ്പമൊന്നും ഇല്ലാതൊന്ന് കിടന്നുറങ്ങാൻ പറ്റണേന്നാട്ടോ ഞാൻ പ്രാർത്ഥിക്കണത്. കാരണം ഒന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളോളമായിരിക്കണം ഞാൻ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി കിടക്കും. അപ്പോൾ സ്നേഹത്തോടെ അശ്വതി.